കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസൽ എന്ന് പറയുന്ന ഒരു ആളുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അദ്ദേഹം ഇപ്പം മിഡിൽ ഈസ്റ്റിന്റെ ചുമതലയാണ്. അപ്പോൾ ഫസൽ ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആശയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നതിലുപരി ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുണ്ട്. ഇപ്പം നമ്മൾ സംവിധാനത്തിലെ പിഴവുകളെ ഓഫ് കോഴ്സ് നമ്മൾ ചൂണ്ടിക്കാണിക്കും. ചിലപ്പോൾ അതിന് പിന്നിൽ വ്യക്തികളായിരിക്കും ഉള്ളത്. നമ്മൾ അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളിനെ ആക്രമിക്കുകയല്ല, പക്ഷേ ഇന്ന സിസ്റ്റത്തിൽ ഇന്ന പിഴവുണ്ട്, അത് തിരുത്തപ്പെടണമെന്ന് ശക്തമായി ഞാൻ എപ്പോഴും പറയാറുണ്ട്. മീൻസ് അതൊരു നെഗറ്റീവായ രീതിയിലോ ഒന്നുമല്ല, ഒരു ക്രിറ്റിസിസം ആയിട്ടോ ഒന്നുമല്ല. പക്ഷേ വ്യക്തിപരമായ ക്രിറ്റിസിസം ഒരിക്കലും ആരെയും നമ്മൾ ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഈ ആശയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് നമുക്ക് ആൾക്കാർക്ക് പ്രയോജനം, അപ്പം നമ്മൾ ഇതുപോലെ സംസാരിക്കും, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ അത് എത്രത്തോളം ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള എവിടെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമ്പം നമ്മൾ ഈ ആത്മഹത്യകളുടെയൊക്കെ വാർത്ത വായിക്കും, ഡിവോഴ്സുകളുടെ കാര്യങ്ങൾ കേൾക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു റൂട്ട് കോസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു സാമ്പത്തികമായ കാരണം കാണും. അപ്പോൾ ചിലപ്പോൾ അവരുടെ മണി മാനേജ്മെന്റ് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരെ കിട്ടുന്ന ഒരു 10,000 രൂപ കിട്ടുന്ന ആളിനും ഒരു ചെറിയ തുക സേവ് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ആശുപത്രിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളുടെ സമ്പാദ്യം മുഴുവൻ അല്ലെങ്കിൽ കടം വാങ്ങിച്ചൊരു സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം മലയാളിക്ക് വേണം. നമ്മൾ ഈ പറയുന്ന പോലെ ലിറ്ററസിയിൽ വളരെ മുന്നിലാണ്, അതേസമയം സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവുമാണ്.